മണ്ണിടിച്ചിലിൽ വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട 9 കുടുംബങ്ങൾക്ക് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ 90 ലക്ഷവും ദുരിതത്തിൽ ഉൾപ്പെട്ട 27 കുടുംബങ്ങൾക്ക് പാത്രങ്ങളും വസ്ത്രങ്ങളും വാങ്ങുന്നതിന് 2,70,000 രൂപയും വാടക വീടുകളിൽ കഴിയുന്ന 17 കുടുംബങ്ങളുടെ 3 മാസത്തെ വാടക കുടിശ്ശിക 5,80,500 രൂപയുമാണ് ദേവികുളം തഹസിൽദാർ വഴി ദുരിതബാധിതർക്ക് കൈമാറുക. വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട 9 കുടുംബങ്ങളിൽ 2 കുടുംബക്കാർ ധനസഹായം വേണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന 7 കുടുംബങ്ങളിൽ 5 പേർ മാത്രമാണ് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനായി ഇവരുടെ ലക്ഷം വീട് നഗറിലുണ്ടായിരുന്ന ഭൂമി സർക്കാരിന് വിട്ടുകൊടുത്തുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ട് നൽകിയത്. 2 പേർ സമ്മതപത്രം നൽകിയിട്ടില്ല. വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കുകയാണെങ്കിൽ പ്രസ്തുത തുക ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തിരിച്ചടയ്ക്കണം. 10 ലക്ഷത്തിൽ കൂടുതൽ ലഭിച്ചാൽ ബാക്കി തുക കുടുംബങ്ങൾക്ക് ലഭ്യമാകും. 10 ലക്ഷത്തിൽ താഴെയാണ് ഇൻഷുറൻസ് തുകയെങ്കിൽ NHAI കരാറുകളിൽ നിന്നും തുക ഈടാക്കുമെന്ന നിബന്ധനയാണ് സർക്കാർ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 27 കുടുംബങ്ങൾക്കുള്ള 10,000 രൂപയുടെ ധനസഹായവും ബാങ്ക് അക്കൗണ്ട് വഴി നൽകി തുടങ്ങി. ഇതിനിടെ പുനരധിവാസം ആവശ്യപ്പെട്ട 17 കുടുംബങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുമ്പ് നടത്തിവരുന്ന സമരം തുടരുകയാണ്. പുനരധിവാസത്തിന് നടപടി സ്വീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് സമരക്കാർ. കേരള 1 മലയാളം, ഇടുക്കി.